എങ്ങനെ കണക്ക് കൂട്ടിയാലും പത്തനംതിട്ടയിൽ തോമസ് ഐസക് വിജയിക്കണം. പക്ഷെ വിജയിക്കില്ല. കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും LDF വിജയിക്കേണ്ട സീറ്റിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക് തോൽക്കുന്നത് എന്തുകൊണ്ട്? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പാലം വലിച്ചതുകൊണ്ടോ? അതോ CPM-ൽ തമ്മിലടി മൂർച്ഛിച്ചതുകൊണ്ടോ? അതോ പഴയ റാന്നി MLA രാജു എബ്രഹാം പണി കൊടുത്തതാണോ? ഇതിനൊക്കെ അപ്പുറം AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ രംഗപ്രവേശം UDF-ന്റെയും LDF-ന്റെയും നട്ടെല്ല് തകർത്തോ? പത്തനംതിട്ടയിൽ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചരണത്തിനിറങ്ങിയ ആളാണ് ഡോക്ടർ തോമസ് ഐസക്. തികഞ്ഞ വിജയ പ്രതീക്ഷയോടെ വളരെ മുന്നേറ്റം നടത്തുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പരാജയമുറപ്പിച്ച ആന്റണി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുവാൻ വരെ തീരുമാനിച്ചിരുന്നു. എന്നാൽ പിന്നീട് കളം മാറുകയായിരുന്നു. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്തതും PC ജോർജും മകനും BJP-യിൽ ചേർന്നതും തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി വന്നതും ഈഴവ ക്രൈസ്തവ വോട്ടുകൾ എങ്ങോട്ട് തിരിയും എന്നതിൽ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കി. ഇതോടുകൂടി പ്രചരണ രംഗത്ത് മുൻപന്തിയിലായിരുന്ന തോമസ് ഐസക്കിനൊപ്പം ആന്റണിയും അനിൽ ആന്റണിയും മുന്നേറുകയായിരുന്നു. 15 വർഷമായി മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ആന്റണിയോടുള്ള എതിർപ്പ് വോട്ടാക്കി മാറ്റുവാൻ തോമസ് ഐസക്കിന് പൂർണ്ണമായും കഴിഞ്ഞില്ല എന്നാണ് ഇലക്ഷന് ശേഷമുള്ള വിലയിരുത്തലുകൾ. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, റാന്നി മേഖലകളിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ള സ്വാധീനം വോട്ടാക്കി മാറ്റുന്നതിൽ ഇടതുമുന്നണിയും പരാജയപ്പെട്ടുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇത് തിരിച്ചറിഞ്ഞ തോമസ് ഐസക്കും CPM നേതൃത്വവും ജോസ് കെ മാണി സമീപിച്ച് പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി മേഖലകളിലുള്ള കേരള കോൺഗ്രസ് നേതാക്കളുടെ യോഗം വിളിച്ചുവെങ്കിലും പൂർണ്ണമായി വിജയിച്ചില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാഞ്ഞിരപ്പള്ളി മേഖലയിൽ ജയരാജ് MLA-യോടുള്ള ക്രൈസ്തവർക്കുള്ള എതിർപ്പും പൂഞ്ഞാർ മേഖലയിൽ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ PC ജോർജ് വിജയിച്ചതും കേരള കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ പൂർണ്ണമായും തോമസ് ഐസക്കിന് ലഭിക്കുന്നതിന് തടസ്സമായതായി കരുതപ്പെടുന്നു. റാന്നി മേഖലയിൽ രാജു എബ്രഹാമിന് സീറ്റ് കിട്ടാത്തതിൽ ക്രൈസ്തവർ ഒന്നാകെ തോമസ് ഐസക്കിനെ ബഹിഷ്കരിച്ചതായി കണക്കുകൾ പറയുന്നുണ്ട്. ക്രൈസ്തവ MLA ആയിരുന്ന രാജു എബ്രഹാമിനെ മാറ്റി പ്രമോദ് നാരായണനെ MLA ആക്കിയതും പിന്നീട് രാജു എബ്രഹാമിന് യാതൊരു പരിഗണനയും നൽകാതിരുന്നതും റാന്നിയിലെ ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി. പത്തനംതിട്ടയിലെ മറ്റു മണ്ഡലങ്ങളിൽ ശക്തരായ ഓർത്തഡോക്സ് സഭ ആന്റണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതും ഇടതുപക്ഷത്തിന് ക്ഷീണമായി. യാക്കോബായ സഭ ഇടതുമുന്നണിക്കൊപ്പം നിന്നത് ഓർത്തഡോക്സ് സഭയെ ഇടതുമുന്നണിയിൽ നിന്ന് അകറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. യാക്കോബായ സഭയ്ക്ക് പത്തനംതിട്ടയിൽ വോട്ടുകൾ ഇല്ലാത്തതും തോമസ് ഐസക്കിന് ക്ഷീണമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭാംഗമായ ഇടതുമുന്നണിയുടെ മണ്ഡലമായ ആറന്മുളയിൽ പോലും തോമസ് ഐസക് പിന്നോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്. മറുവശത്ത് പത്തനംതിട്ടയിലെ മറ്റൊരു പ്രമുഖ സഭയായ KP യോഹന്നാന്റെ ബിലീവേഴ്സ് ചർച്ച് അനിൽ ആന്റണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് പരമ്പരാഗതമായി ഇടതുമുന്നണിക്ക് കിട്ടേണ്ട വോട്ടുകളും തോമസ് ഐസക്കിന് കിട്ടാതായി. ഇതിനൊക്കെ അപ്പുറത്ത് CPM-ലെ പല പിണക്കങ്ങളും ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ടായ തമ്മിലടിയും തോമസ് ഐസക്കിന്റെ പരാജയത്തിന് ആക്കം കൂട്ടും. പത്തനംതിട്ടയിലെ 7 MLA-മാരും ഇടതുമുന്നണിക്കാരാണെങ്കിലും CPM-ന് 2 MLA-മാർ മാത്രമാണുള്ളത്. 3 MLA-മാരുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലും ജനതാദളിലും CPM-നെതിരെ അസ്വസ്ഥതകൾ നീറി പുകയുന്നതും ഇടതുമുന്നണിക്ക് ക്ഷീണമുണ്ടാക്കും. റാന്നിയിൽ പ്രമോദ് നാരായണന്റെ സ്റ്റാഫിലും കാഞ്ഞിരപ്പള്ളിയിൽ ജയരാജന്റെ സ്റ്റാഫിലും CPM അംഗങ്ങളെ കുത്തിനിറച്ചതും കേരള കോൺഗ്രസ് MLA-മാരെ CPM അമിതമായി നിയന്ത്രിക്കുന്നതും കേരള കോൺഗ്രസ് അനുഭാവികളിൽ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നും CPM-ന് പരാതി ഉള്ളതായി അറിയുന്നു. കത്തോലിക്ക മേഖലകളിൽ അനിൽ ആന്റണിക്ക് അനുകൂലമായി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടതും കത്തോലിക്ക വൈദികരടക്കമുള്ളവർ അതിന് നേതൃത്വം നൽകിയതും ആശങ്കയുളവാക്കുന്നുണ്ട്. കൃപാസന മാതാവിന്റെ അനുഗ്രഹത്താൽ അനിൽ ആന്റണി വിജയിക്കുമെന്നാണ് കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മേഖലയിലുള്ള കത്തോലിക്ക കുടുംബങ്ങളിൽ പ്രചരണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ മത്സരം നടന്ന പത്തനംതിട്ടയിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ക്രിസ്ത്യൻ ഈഴവ വോട്ടുകൾ അനിൽ ആന്റണിയിലേക്ക് ഏകീകരിച്ചതിന്റെ തോത് കണക്കാക്കിയാൽ അനിൽ ആന്റണി നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക് BJP സ്ഥാനാർത്ഥിയോട് തോൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. വെറും കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും വിജയിക്കാമായിരുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ BJPക്ക് വിജയിക്കുവാൻ സാഹചര്യം ഒരുക്കിയതിൽ CPM പ്രതിരോധത്തിലാകും. തോമസ് ഐസക്കിന് പകരം കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥിയായിരുന്ന വീണ ജോർജോ പഴയ റാന്നി MLA രാജു എബ്രഹാമോ ആയിരുന്നുവെങ്കിൽ 50,000-ത്തിലധികം വോട്ടിന് ജയിക്കാമായിരുന്നുവെന്ന് ഞങ്ങളുടെ ലേഖകർ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഭൂരിപക്ഷം വളരെ കുറഞ്ഞതുകൊണ്ട് LDF ജയിക്കുമെന്നാണ് CPM വിലയിരുത്തൽ.